വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെല്ലേലും മറിമായം. വന്നോ? ഞാൻ ഇന്നലെ വന്നു. ആരൊക്കെ ഉണ്ട്? ഞാൻ രാഘവട്ടൻ ഇപ്പൊ ഉണ്ട്. ബഷീറില്ല? ബഷീർ അതാരി? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 165, 70, 13 ഒരു 10 എടുക്കാം. അതല്ലേ കൊയക്ക് ഇത് കൊച്ചോണ്ടിക്കല്ല, ഓർഡർ ഉണ്ട്. വേറെ അല്ല, പക്ഷെ മാരുതിയുടെ ടയർ കൂടുതൽ വേണം. മാരുതിയുടെ ടയർ 20 വേണം. ഇല്ല 20 ടയർ വേണം. ബാക്കി ഓർഡർ ഞാൻ പറയാം. കൊയക്കല്ല. അതവിടെ ഇറക്കിക്കോ. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ, ഞാൻ വിളിച്ചോളാം. അതെ, ഈ വരുന്നവന് പോകുന്നത് ഇത് വെച്ചിട്ട് വർത്താനം പറയും. ആടെ പറയണ്ട്, ഈടെ പറയണ്ട്, ആടെ പറയും. ആരോടെ പറയണ്ടേ? ഞാൻ ഇത്ര നേരം അവിടെ കടയിൽ ഇരിക്കുവായിരുന്നേ, അപ്പോഴേക്ക് ലോഡ് വന്നില്ല. ഞാൻ ഇങ്ങോട്ട് മാറാനും ടയറും കൊണ്ട് ലോഡ് വന്നേ. അതിന്റെ സാധനം ഗ്രീസാണോ അതോ കരിയല്ല? അല്ല, ഇത് വെളിച്ചെണ്ണ. അതിന്റെ ഉള്ളി വെളിച്ചെണ്ണ ഇങ്ങനെ കറുത്തിരിക്കണേ. അത് വെയിൽ കൊണ്ടിട്ടാ. വെയിലുണ്ടോ? വെളിച്ചെണ്ണ കറക്കും. നിങ്ങൾ 10 മിനിറ്റ് വെയിലത്ത് നിന്ന് കറക്കൂലേ? നോക്കി ഇങ്ങോട്ടൊക്കെ ഞാൻ കറത്തിട്ടുണ്ടാ. നമ്മളെ വെയിലത്താ പണി. നിങ്ങൾക്കിപ്പോ സാധനം ഉണ്ട്. ഉള്ളിവട വേണം. ഒരു 5 ഉള്ളിവട, ഒരു 5 പഴംപൊരി, 6 ബജി. ഒരു 10 മിനിറ്റ് എടുത്തോ? വേണ്ട, മതി. ഇപ്പൊ എത്രയും മതി. മതിയാ? മതി. ഉള്ളി 5 5. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കണമെങ്കിൽ ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. പക്ഷെ ഇന്നലത്തെ മുളക് ബജി ഉണ്ടല്ലോ കേട്ടാ, ഉപ്പ് ലേശം കൂടുതലായിരുന്നു, പക്ഷെ ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു. എന്റെ മോള് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇന്നലെ. കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് ഒരൊറ്റ സാധനം ഉണ്ടാവില്ല. അതെ, ഇന്നലെ ഒരു 25 തരാണ്ട്. അപ്പൊ ഇന്നത്തെയും കൂടെ 75, 25, 100 ആയല്ലോ. കണക്കട്ടെ. ആൾക്കാര് വരുമ്പോ നല്ല രസമായിട്ട് വർത്താനം പാടും. ഈ വെളിച്ചെണ്ണ എന്തിന് മുമ്പിൽ കൊണ്ടച്ചിനി അവരെ മുമ്പിലാ നോക്കിയിരിക്കുന്നത്. അങ്ങോട്ട് കൊണ്ട ഉള്ളു കൊണ്ട അമ്മ എന്താ കഴിക്കാത്തൊന്നും? എന്താന്നറിയില്ലടാ, ആരണ്ട് കണ്ണ് വെച്ച് തോന്നണം കഴിക്കാൻ പറ്റാനുള്ള. സാധാരണ വെട്ടി കഴിച്ച് കഴിക്കാറുള്ള എന്താ? അതാണ് എന്റെ വയറിന് ഇത് ഇവിടെ ആയിട്ട് എന്താണ്ട് ഒരു വേദന പോലെ. സാറിനെ കഴിച്ചോക്ക്. ഒന്നും വേണ്ടെന്ന് തോന്നണ്ട. എന്തൊരു വേദന എനിക്ക് ഇവിടെ. അമ്മ അച്ഛനെന്താ അമ്മ വരാത്തെ? അച്ഛനെ കാണാനുള്ള കൊതിക്കൊന്നും അല്ലല്ലോ. നിന്റെ പഴംപൊരിയും ബജ്ജിയും കിട്ടാനല്ലേ? അത് കൊണ്ടുവരും. ആദ്യമേ തീർക്ക്. നിന്റെ പഴംപൊരി വന്നടാ, വേഗം കഴിച്ചോ. ഇത് മേടിച്ചോ? അതങ്ങനെ ഇങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഓ, എന്തായാലും ഇപ്പം ഗുണമുള്ളൊരു കാര്യമാണ് ഈ ഓൺലൈൻ ബുക്കിംഗ്. ഞാനിത് മേടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയാണ്. ഇത് മേടിക്കണമെങ്കിൽ നമ്മൾ തന്നെ പോകണം, ഓൺലൈനിൽ കിട്ടില്ല. ഉണ്ണിയുടെ കടയിൽ നമ്മൾ തന്നെ നടന്നു പോയി മേടിക്കണം. പക്ഷെ സംഗതി എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര കച്ചവടമാണ്. അച്ഛാ നിങ്ങൾ അടങ്ങട എടുക്കട്ടെ. കൊടുക്ക, അവൻ കുറെ നേരെ തുടങ്ങിട്ട്. ഞാൻ പോവാണേ. അമ്മയ്ക്കൂടെ വെച്ചേക്കട്ടെ. അയ്യോ, എനിക്ക് വേണ്ടേ. അത് പറ്റി എനിക്കൊരു സുഖമില്ല ഏട്ടാ. എന്റെ ദൈവമേ, എന്നും ഇങ്ങനെ സുഖമില്ലാതായ എനിക്ക് പകുതി മേടിച്ചാൽ മതിയല്ലോ. തമാശയല്ല, എനിക്ക് ഇടക്കിടക്ക് നെഞ്ചരിച്ചിലുണ്ട്. ഇപ്പൊ ഇത് തന്നെ ഒന്നും കഴിക്കാൻ പറ്റാനുള്ള. എനിക്ക് വയറുവേന എടുക്കണം. പെട്ടെന്ന് അങ്ങനെ വരാന് എന്താണാവോ അറിയില്ലെന്ന്. ഇത് കുറച്ച് കുടിച്ചു നോക്കാത്ത ഗ്യാസ് ആണെങ്കിൽ അതങ്ങ് മാറുപടി. എനിക്ക് വേണ്ട ഇപ്പൊ ഒന്നും. അപ്പൊ ഡോക്ടറെ കാണണോ? ഡോക്ടറെ അടുത്ത് പോയാലോ?
അതിന് വിഷമിക്കാനൊന്നുമില്ല. നമ്മളെ ശീതള ഡോക്ടറെ പോയി കണ്ട ഇതൊക്കെ പൂ പോലെ എടുത്തങ്ങ് മാറ്റി തരില്ല ഈ വേദനയൊക്കെ. ആ വേഗം വേദന മാറ്റണം. എന്നിട്ട് വേണം എനിക്ക് കുറച്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ തിന്നാൻ. അതിനു വേണ്ടി പുറത്തു പോകാനാണോ നീ വയറുവേദന എന്ന് പറഞ്ഞ? നല്ല സത്യമായിട്ടല്ല, എന്താ ഞാൻ ഇതൊന്നും കഴിച്ചില്ലെന്ന്. അതെയാ? ഇതൊക്കെ കഴിക്കാനോ ചെറുക്കനെ കോൾ. അതാണ് ഇത് ഇങ്ങനെ ബാക്കി കിടക്കണം നീ കഴിക്കാത്തോണ്ട്. പോയാലോ? എന്നാ പിന്നെ റെഡിയാവും. ഡോക്ടർ പറഞ്ഞ എല്ലാ ടെസ്റ്റും നടത്തിയിട്ടുണ്ട്. ബ്ലഡിന്റെയും യൂറിന്റെയും പിന്നെ MRI എടുത്തിട്ടുണ്ട്. മണ്ടോദരിക്ക് ഏജ് എത്രയെന്നാ പറഞ്ഞേ? 29. 32. ലാസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചു 32. കറക്റ്റ് പറഞ്ഞോളൂ. എനിക്ക് ഒരു പ്രാവശ്യം 29 വന്നു കഴിഞ്ഞാൽ പിന്നെ 3 വർഷം അങ്ങനെ തന്നെ നിൽക്കും. 32 തന്നെ. അല്ല, റിസൾട്ട് എങ്ങനെയുണ്ട്? റിസൾട്ട് അത്ര നോർമൽ അല്ല. കൗണ്ടും ESR ഒക്കെ കൂടുതലാണ്. പിന്നെ സ്കാനിങ്ങിലും ചെറിയ പ്രോബ്ലം കാണുന്നുണ്ട്. എന്നാലും ബയോപ്സി ഒന്ന് എടുത്തു നോക്കാം. ഞാൻ ഇപ്പൊ തൽക്കാലം RCCയിലേക്ക് ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. അല്ല, നിങ്ങളിങ്ങനെ ടെൻഷൻ ആവണ്ട. എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കണേ? നമ്മളൊരു സംശയം തീർക്കുക, അത്രേ ഉള്ളൂ. എത്രയോ പേർക്ക് RCCയിലെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയിരിക്കുന്നു. അതെ ഡോക്ടറെ, ഇവിടെ ഇന്നലെയും കൂടി വളരെ ആക്റ്റീവായിട്ടൊന്ന് വീട്ടിൽ ജോലിയൊക്കെ ചെയ്തിരുന്നേ. ഒപ്പം അതിന് കൂടെ കുറച്ച് പ്ലാസ്റ്റിക് കത്തിച്ചായിരുന്നു. അതിന്റെ പുക അടിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? പ്ലാസ്റ്റിക് കത്തിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്തായാലും ബയോപ്സി ഒന്നും എടുക്കും കേട്ടോ. ഈ നാട്ടുവൈദ്യന്മാരൊന്നും കാണിച്ചിട്ട് വഷളാക്കണ്ട, ഡോക്ടറെ തന്നെ കാണിക്കും കേട്ടോ. വിഷമിക്കണ്ട മണ്ടോദരി. ആ ഏജ് ഒക്കെ പറയുമ്പോ എന്തൊരു എനർജി ആയിരുന്നു. പോയിട്ട് വരും കേട്ടോ. ടെൻഷൻ അടിക്കണ്ട, പോയിട്ട് വരും കേട്ടോ. ഇപ്പൊ എന്താ തോന്നണത്? ഇപ്പൊ എങ്ങനെയുണ്ട്? വല്ലാത്ത വേദന ഉണ്ടേ. സിഗരറ്റ് വലിക്കായിരുന്നല്ലേ നന്നായിട്ട്? വലിക്കൊന്നല്ല സാറേ, ഞാൻ കണ്ട കാലം മുതൽ ഗംഭീര വലിക്കുക. ഒരു ദിവസം 60 സിഗരറ്റ് ഒക്കെ പകൽ വലിച്ചു. 20 സിഗരറ്റ് വലിക്കും ഒരു ദിവസം? അപ്പൊ രാത്രിയോ? രാത്രിത്തെ കാര്യം പിന്നെ നമ്മളറിയില്ലല്ലോ. രാത്രി ഒരു 10-15 ഉണ്ടോ? 15 സിഗരറ്റ് രാത്രി വലിക്കോ? അപ്പൊ പിന്നെ എപ്പോഴാ കിടന്ന് ഉറങ്ങണേ? അവർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റൂല വലിച്ചില്ലെങ്കിൽ. വേറെ എന്തെങ്കിലും ദുശീലം ഉണ്ടോ ഇനി? വേറെ പിന്നെ ചുണ്ടിന്റെ അകത്ത് ഒരു സാധനം വെക്കല്ലേ, അതൊക്കെ ആ പരിപാടിയൊക്കെ ഉണ്ട്. അതിപ്പോ കിട്ടണില്ല, ഞാൻ അന്വേഷിച്ച്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി സിഗരറ്റ് വലിക്കണ്ടല്ലോ, അത് പറ്റ നിർത്തുക. പിന്നെ ഈ ചുണ്ടിൽ വെക്കണമെന്ന് ഇനി വെക്കരുത് കേട്ടാ. നിനക്ക് കൊറേ പൈസ വേണ്ടേ? പൈസ ഉണ്ടോ? അത് മക്കളെ അയച്ചു തരുന്നുണ്ടേ. മക്കള് 2 ആൺകുട്ടികളാ, രണ്ടാളും വിദേശത്താ. ഇഷ്ടംപോലെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതന്നെ പണി. കുറച്ച് മരുന്നുകളൊക്കെ തരും, അത് കൃത്യമായിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. മാറാനുള്ള അസുഖമേ ഉള്ളൂ. ഇടക്കിടക്ക് ഓരോന്ന് ഒന്നും പാടില്ല. ഡോക്ടർ പറഞ്ഞേ കേട്ടില്ലേ, പാടില്ലാന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങളവിടെ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ. അസുഖം മാറൂലല്ലേ? അതിന് സുമേഷേട്ടന് അസുഖമൊന്നും ഇല്ലല്ലോ. പുറത്തേക്ക് ഇരുന്നോളി. വരാം. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ആരാ? ഞാൻ അയൽവാസിയാണ് സാറേ. അയൽവാസി. ഇദ്ദേഹത്തിന്റെ അസുഖം എന്താന്നുള്ളത് അറിയാലോ അല്ലേ? ക്യാൻസറാന്നറിയാം. എപ്പോഴും കാണൂ ഇദ്ദേഹത്തെ? ഞാനാണ് എപ്പോഴും നേല് പോലെ കൂടെ ഉള്ളത്. അപ്പൊ പറയണം ഇങ്ങനെ പുക വലിക്കരുത്, ഇതൊക്കെ വെക്കരുത് എന്നുള്ളത്. എത്രയാന്ന് വെച്ചിട്ടാ പറയാ ഡോക്ടറെ? ഇത് പറയാന്നല്ലാണ്ട് മൂപ്പരത് അനുസരിക്കണമൊന്നുമില്ല. എങ്ങനെയാ പുള്ളി ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഭക്ഷണം തന്നെ പെരയിലാരും ഇല്ലാത്തോണ്ട് പെരയിലൊന്നും ഉണ്ടാക്കില്ല. 3 നേരവും പുറത്തുനിന്ന് ഭക്ഷണം. പുറത്തുനിന്ന് പറഞ്ഞ? പുറത്തുനിന്ന് വെച്ചാൽ ഹോട്ടലിൽ മൂപ്പർക്ക് അധികം ഈ എണ്ണക്കടികളോടാണ് താല്പര്യം. അവിടെ ഉണ്ണി എന്ന് പറഞ്ഞ ചെങ്ങാൻ്റെ ഒരു പീടിയുണ്ട്. അവിടെ ഈ പിന്നെ ഉള്ളിവട, ബജ്ജി, ഇങ്ങനത്തെ അതൊന്നും രണ്ടൊന്നുമല്ല, 15 തിന്നോളും. അയ്യോ, അത് ഉണ്ടാക്കണ എണ്ണയൊക്കെ കാണണം സാറേ. എന്തൊക്കെയോ ഒരു എണ്ണ, ഒരു കറുത്ത കളർ, ഗ്രീസിന്റെ ഒക്കെ ഒരു കളറാണ് ഉണ്ടാക്കുന്നത്. അത് എണ്ണ തന്നെയാണോ ആർക്കറിയാം? ആർക്കറിയാം? നാളികേരം പോലും കാണാത്ത കമ്പനികളാണ് വെളിച്ചെണ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതും കെമിക്കൽ ഉപയോഗിച്ചിട്ട്. മക്കളെയൊക്കെ അറിയിച്ചോ? മക്കളൊക്കെ വിവരം അറിയിച്ചിരിക്കണേ. 2 വരാൻ പറ്റൂല, അപ്പൊ ലീവ് കിട്ടൂല. അപ്പൊ പൈസ അയച്ചു തരാ, മൊയ്തൊക്കെ എന്താ വേണ്ട ചെയ്യുന്ന എന്നോട് പറഞ്ഞു. എന്താ ഇപ്പത്തെ സ്ഥിതി സാറേ? സ്ഥിതി വളരെ മോശമാണ്.
തേർഡ് സ്റ്റേജിലായി ഇപ്പം. പഠിച്ചറപ്പേ. പിന്നെ വയസ്സുമായില്ലേ, ബോഡി വളരെ വീക്കാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കീമോ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറേ പൈസ എത്ര വേണം ചെലവാക്കാം, എന്തെങ്കിലും ചെയ്തിട്ട് മൂപ്പര് ആയുസൊന്നും നീട്ടിക്കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യില്ലേ? ഇതിപ്പോ കണ്ടീഷൻ ഇതായതുകൊണ്ടാണ്. ഇതിപ്പോ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. വളരെ പെട്ടെന്ന് ക്യൂർ ആകുന്ന ഒരു അസുഖമാണ് ഇത്. പൊതുജനങ്ങൾ എല്ലാവരും അതെ, എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തടിപ്പോ മുഴയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ പോയി ഒന്ന് ചെക്ക് ചെയ്യണം. ഇതെന്താണെന്ന് അറിയണം. ഇതാരും അത് ചെയ്യില്ല. സ്ഥിതി വഷളായി കഴിയുമ്പോൾ നോക്കിയിട്ട് എന്താ കാര്യം? മരുന്ന് വാങ്ങിച്ചോളൂ കേട്ടോ അവിടെ. ശരി. പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ. ഓക്കെ ശരി. ഇടയ്ക്കൊന്ന് ചെക്കപ്പിന് വന്നോളൂ. ഓ ശരി. എന്തിനിങ്ങനെ കരയുന്നു? ചൊറിഞ്ഞോണ്ടിരുന്നാ മതി. എന്തിനു കരയുന്ന സുമേഷേട്ട പോയില്ലേ? അവര് കരയുന്നുണ്ടല്ലേ? നല്ല സങ്കടമുണ്ട്. നീ എന്നെ കൂടെ പറയിപ്പിക്കണ്ടോ? എന്തിനു വെച്ച് പോയാള് വരൂലേനി, അതാ ആലോചിക്കണ്ടേ? വേറെ എന്ത് നമുക്ക് ആലോചിച്ചാൽ വരും. ഒരു ബജി വേണം നമുക്ക് ഇപ്പം ഉണ്ടാക്കാം. സുമേഷേട്ട വരുവാ എന്തിനെന്തിനു ചോദിച്ചോണ്ടിരിക്കുന്നു? എന്താ കാട്ട്, മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എപ്പോഴാ സംഭവിച്ചത്? ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ വൈകുന്നേരം മൂപ്പരെ കണ്ടിക്കണം. നല്ല ഉണ്ണീൻ്റെ പീടിയെന്ന് ചാവിടിച്ച് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഞാൻ സീരിയൽ കാണാൻ പോകാമെന്ന് പറഞ്ഞ് പെരയിലേക്ക് കയറിയതാ. ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ആ പേപ്പർ ഇടുന്ന പ്രദീപ് ഉണ്ടല്ലോ, ഓൻ രാവിലെ പേപ്പർ ഇടാൻ വന്നപ്പോൾ മൂപ്പരെ കൊലായിൽ കാണില്ല. സാധാരണ മൂപ്പരെ കൈമ കൊടുത്ത് പോണതാ. അപ്പോൾ കാണാണ്ടായപ്പോൾ വാതിലിൽ മുട്ടി വിളിച്ചിട്ടൊന്നും ഒരു അനക്കമില്ല. അപ്പോൾ ഓൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് ഇങ്ങനെ സുമേഷ് ചേട്ടനെ വിളിച്ചിട്ട് എണീക്കണില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. കാരണം ഞാൻ വന്ന് വാതിൽ കുറേ മുട്ടി വാതിലോർക്കണില്ല. പിന്നെ പുറകിൽ വാതിൽ ചവിട്ടി പൊളിച്ചാ. അപ്പോൾ ഇടനായിലുണ്ട് കിടക്കണം. രാത്രി എപ്പോഴും മരിച്ചു വയ്ക്കണം. ക്യാൻസറിലായിരുന്നു. ആ നല്ല അധികം കടന്നില്ലല്ലോ അല്ലേ? ആരും ബുദ്ധിമുട്ടിച്ചില്ല. ഇനി കിടന്നാൽ തന്നെ ആരാ നോക്കാനുള്ളത് മൂപ്പരെ? മക്കളൊക്കെ വന്നാ? മക്കൾ പ്യാരി വന്നിക്കണം. പ്യാരി ഇത് ആടുണ്ട്, പ്യാരി ആടുണ്ട്. അപ്പോൾ മറ്റവൻ്റെ കരച്ചിൽ, മൂത്തവൻ്റെ കരച്ചിൽ കണ്ടുകൂടി. അല്ല, അതിന് അവ അമേരിക്കയിൽ നിന്ന് വന്നാ? അമേരിക്കയിൽ നിന്ന് വന്നല്ല, ഓൻ ഓൺലൈനിൽ വീഡിയോയിൽ വന്നിട്ട് ഭയങ്കര കരച്ചിൽ, നിലോളി 1.5 മണിക്കൂർ ഭയങ്കര നിലോളി. അവസാനം കടന്നുറങ്ങാൻ പോവാണ്. ഷുഗർ കൂടുന്നുണ്ടെന്ന് എന്തോ പറഞ്ഞിട്ട് ഉറങ്ങാറുണ്ട് പോയി. എപ്പോഴാണ് എടുക്കണം? അന്ന് നിശ്ചയിച്ചിട്ടില്ല. അല്ല, എന്തായാലും അധികം നേരം വെക്കാൻ പറ്റില്ല ബോഡി. വേണ്ടെന്ന് ആരും വരാനൊന്നുമില്ല. ചുറ്റടുത്തുള്ള ആൾക്കാർ തന്നെ വരാനുള്ളൂ. ഈ ഉണ്ണി എന്തിനാ ഇങ്ങനെ നിലവിളിക്കണം? ഓന് സങ്കടം ഉണ്ടാവും. ഏത് നേരവും ഓൻ്റെ പീഡിയയിലാണല്ലോ. എത്ര ബജ്ജിയാണ് ഇയാൾ വാങ്ങി തിന്നു വെച്ചിട്ടാ. വേറെ ചോറും വേറെ ഒന്നും തിന്നുന്ന ഞാൻ കണ്ടില്ല. ഈ പൊരിച്ച കടികൾ ഇങ്ങനെ കഴിക്കുക, ഇതെന്നെ പണി. അല്ല, എന്നും കാണുന്നതല്ലേ, അതിന്റെ ഒരു ആത്മബന്ധം ഉണ്ടാവും. ഞാൻ നിലവിളി വയ്ക്കും. ഞാൻ എന്തായാലും ഓൻ്റെ അടുത്തേക്കും ചെല്ലട്ടെ. നിങ്ങളേ പ്യാരീൻ്റെ അടുത്ത് പോയിട്ട് ഇത് എപ്പോഴും എടുക്കണമെന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ കേട്ടോ. ഓൺ ചെല്ലി വാ, അധികം വഴിക്കാൻ പറയാം. എന്ത് തന്നില്ലേ അവൻ? എടാ, ഞാൻ ഇങ്ങാട് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് നിന്റെ കൈ കൊണ്ട് തരാന്ന് പറഞ്ഞാണല്ല. വിടരുത് അവനാ. കാശ് 1-2 അല്ല, 10,000 ദിർഹമാണ് തരാനുള്ളത്. നീ പറഞ്ഞാ മതി. നീ പൈസ മേടിച്ചു വെക്ക്, ഞാൻ അവിടെ വരുമ്പോ കേട്ടാ. വേഷം കെട്ടല്ലേന്ന് പറ അവനോട്. കൂട്ടുകാരെ പോയില്ലേ സുധേട്ടാ? സാരല്ലടാ, എന്നാലും അവ അധികം കടന്നൊന്നുമില്ലല്ലോ. കരയല്ലേ? ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ സുധേട്ടൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ. ഇനി ഒരു ദിവസം ഇപ്പം നമ്മളെല്ലാവരും മരിക്കേണ്ടവരല്ലേ? ചേട്ടൻ അങ്ങോട്ട് പോയി, അത്ര തന്നെ. അഞ്ചിങ്ങനെ കാരണം മക്കൾക്കില്ലാത്ത സങ്കടത്തിനാണ് എനിക്ക്. മക്കൾക്ക് എന്തിനു സങ്കടം? മക്കൾക്ക് പൈസ കൊടുക്കാനിട്ടാ? എനിക്ക് 350 ബജി കഴിച്ച തരാറുണ്ട്. ഇന്നലെ വൈകുന്നേരം 2000 രൂപ എടുത്ത് പീടിയിൽ വന്നിനി. ബാക്കി കൊടുക്കാൻ ഞാൻ ഇപ്പൊ ചില്ലറയില്ല. ചില്ലറ മേടിക്ക പോ ഉന്തി പറഞ്ഞിട്ട് പോവില്ല. നമ്മൾ കൃത്യമായി തരുന്നതല്ലേ, നിങ്ങൾ നാളെ തന്നാ മതിയെന്നും പറഞ്ഞു പോയി. ഇന്ന് നോക്കിയാൽ ആ കിടക്കുന്നു. എങ്ങനെ കരയാണ്ട് 1650 ചില്ലറാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചില്ലറാക്കിയിട്ട്
അതെങ്ങനെങ്കിലും കൊടുത്തിട്ട് 2000 രൂപ ഇങ്ങോട്ട് ഈടെ വെക്കാൻ കഴിഞ്ഞിട്ട് വലിയ കാര്യമായിരുന്നു. ഇത് മയ്യത്തായ ആളടുത്ത് ഞാൻ മേടിച്ചു കൊടുത്തരണം. എന്ത് ഭർത്താനാണ് നീ പറയണേ? മനസ്സിലെത്തില്ല എനിക്ക്. പൈസ പോയി. ഇങ്ങോട്ട് നോക്ക്. കണ്ട കാലം മുതൽ എൻ്റെ പീടിക തന്നെയാണ് 30 സാധനങ്ങൾ മുഴുവൻ വാങ്ങി തിന്നത്. ആ വകയിൽ ഈ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിൽ ഈ 350 രൂപ കീച്ചാള്. പൈസ കിട്ടൂലേ? എങ്ങനെ കിട്ടായി? നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് തോന്നേ. പോയി 350 രൂപ പോയില്ലേ? ഇന്നലെ ചില്ലറാക്കാൻ പറഞ്ഞിട്ട് പോയിട്ടല്ല, ചൊറിഞ്ഞോണ്ട് തന്നോ. പൈസ എന്താണല്ലേ പോയത്? ഞങ്ങളിങ്ങനെ വരണില്ലെന്നേ ഉള്ളൂ. അച്ഛന് ഇഷ്ടമുള്ള സാധനങ്ങൾ മുഴുവൻ വാങ്ങി തിന്നോന്നും പറഞ്ഞിട്ട് നമ്മൾ പൈസ അയച്ചു കൊടുക്കേണ്ടുള്ള സംവിധാനവും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നേരാ, സുമേഷ് പറയാറുണ്ട്, കാശൊക്കെ അയച്ചു തരാറുണ്ട്. അവസാനമായിട്ട് എന്നെ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റി. തക്കോ ഓരോരുത്തരുടെ യോഗല്ലേ, നീ ഇനി അതിനെ കുറിച്ച് വിഷമിക്കല്ലേ. എനിക്കറിയാതിരിക്കേ. എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് വളർത്തിയാണ്. ഞങ്ങള് രണ്ടുപേരും സ്ഥലത്തില്ലായിരുന്നു, പോയില്ല. വന്നവൻ തന്നിട്ട് 5000 തീർക്കോ? അവനോട് വേഷം കെട്ടരുന്ന് പറഞ്ഞേര്. മുഴുവൻ പൈസ അവിടെ വെപ്പിച്ചിട്ട് നീ അവനെ വിട്ടാ മതി. ഞാനിവിടെ ഒരു ചെറിയ നൂലാമാലയെ പെട്ടുപോയി. ഞാൻ രാവിലെ അവിടെ എത്തണ്ട്. പൈസ മുഴുവൻ തന്നിട്ട് അവനെ വിട്ടാ മതി. നമ്മുടെ ആ റൂമിൽ അവനെ പൂട്ടിയിട്ടേര്. കളിക്കല്ലേ എന്ന് പറ അവനോട്. പൈസ കഴിഞ്ഞിട്ടുള്ള സ്നേഹം മതി കേട്ടാ. ശരിയെന്നാ. അല്ല പിന്നെ പൈസയുടെ കാര്യമാണേ, വേഷം കിട്ടണമാര്. ആ ഇനിയിപ്പോ അധികാരം വരാല്ലെങ്കിൽ നമുക്ക് വേഗം കാര്യങ്ങളിലേക്ക് കിടക്കാം. സുധേട്ടാ, ഞാൻ പോയിട്ട് വരാം. മണ്ടു മാത്രമേ ഉള്ളേ. ചെല്ല്. അല്ല മന്മത, മണ്ടുവിനിപ്പോ എങ്ങനെയുണ്ട്? ഒരു കീമോ കഴിഞ്ഞു. ഇനിയിപ്പം മറ്റന്നാൾ RCC കൊണ്ടുപോകണം. നീ വിഷമിക്കണ്ട, അവൾക്കൊന്നും സംഭവിക്കില്ല. ചെല്ല്. അതെ, നമ്മ ഇതിനെ വിളിച്ചിട്ട് എന്താ വേണ്ടിച്ചാ ചെയ്യാൻ നോക്ക്. അത് ചെയ്യാം. മൊയ്തോ ഒന്നിട്ട് വാ. സാധനം എന്തായാലും മേടിച്ചു കൊടുത്തു ആവശ്യത്തിനിട്ട പിള്ളേർക്ക്. എന്താ തീരുമാനിച്ചേ? എത്ര മണിക്ക് എടുക്കാ? അല്ല, നീ അധികം വഴിക്കണ്ടെന്നാ പറഞ്ഞ്. നേരെ നമുക്ക് ഒരു 4 മണിയുമ്പോ എടുത്തൂടെ? ആരും വരാനില്ലല്ലോ. നീ ഇങ്ങനെ കരഞ്ഞ് കുത്തിരിക്കൽ ആകെ മോനായിട്ട് പടിയല്ല. ഇന്ന് എണീച്ച് ഒന്ന് ഉസാറാവും. ചെല്ലുന്ന വിളിക്കാൻ നോക്ക്. എന്തൊരു കഥ, എങ്ങനെ നിലവിളിച്ച കാര്യങ്ങൾ നടക്കുവോ? സാധനം ആവശ്യത്തിന് മേടിച്ചു കൊടുത്തോട്ടാ പിള്ളേർക്ക്.